ഞാൻ ഒരു പ്രാസംഗികനല്ല. ഇവിടെ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നിന്നിട്ട് രണ്ട് വാക്ക് പറയാന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ഈ ലീഗിൻ്റെ ഭാരവാഹികൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പലരും വരും ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമായിരുന്നു. പക്ഷെ ആ വന്നവരുടെ എല്ലാം ആ ഒരു സിൻസിയറിറ്റിയും അവരുടെ ദ വേ വിത്ത് വിച്ച് ദ വേർ സോ ഇൻവോൾവ് വിത്ത് ഇറ്റ്, അത് ഞങ്ങൾക്കെല്ലാം, ഞാനും എൻ്റെ പാർട്ട്ണർ ഹരീഷും ഉണ്ട്, ഞങ്ങൾക്ക് ഇറ്റ് വാസ് വെരി ഡിഫറെൻറ്റ്. എല്ലാവരും ദേ വാണ്ടഡ് ദ ബെസ്റ്റ്. അത് എത്രയും വേഗം ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ദേ വാണ്ടഡ് എവറിത്തിങ് ടു ബി ബെസ്റ്റ്. ഒരു കോംപ്രമൈസും ചെയ്യല്ലേ. സാധാരണ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, കോസ്റ്റ് അത്രയും കുറയ്ക്ക്, അത് ഇതായാലും കുഴപ്പമില്ല ഇതായാലും കുഴപ്പമില്ല എന്നെല്ലാം പറയും. ഈ കേസിൽ ദേ ഡിഡ്ന്റ് കോംപ്രമൈസ് എനിത്തിങ്. സോ ഐ ഹാവ് ടു കോംപ്ലിമെന്റ് all the officials of the Muslim League for that. And some people, ഈ ബഷീറിനെ കൊണ്ട് രക്ഷയില്ല. ബഷീറിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഡെയിലി വിളിച്ച് അവസാനം ബ്ലോക്ക് ചെയ്യണമെന്ന് വരെ വിചാരിച്ചു. പക്ഷേ പുള്ളിയുടെ എല്ലാം ആ ഒരു പാഷനും ഇൻട്രസ്റ്റും ഞങ്ങൾക്കും ഞങ്ങളുടെ ഓഫീസിനും എല്ലാം ഒരു മാതൃകയായി. അത് സോ ആൻഡ് ദ കോൺട്രാക്ടേഴ്സ്, നിർമ്മാണം, എല്ലാവരും, ഓൾ ഓഫ് ദം, ദ വേ ദേ ഇൻവോൾവ്, ഇറ്റ് വാസ് എൻ ഐ ഓപ്പണർ ഫോർ ഓൾ ഓഫ് us. ആൻഡ് ഐ വിഷ് all the people who got the house, I hope they are all happy. നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഉണ്ടെന്ന് വിചാരിക്കുന്നു. വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ സ്റ്റെയർ കേസിനുള്ള പൊസിഷൻ ഇസ് ദെയർ. എന്ത് വേണമെങ്കിലും ഭാവിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ വീടിന്, ബാക്കിയുള്ള വീടുകളുമാതിരി അല്ല. സോ എല്ലാ സൗകര്യവും നോക്കി ഇട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ആൻഡ് ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്തിട്ടുള്ള വീടാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടോണി.